പരീക്ഷയ്ക്ക് നമ്മൾ അക്ഷയ വഴി അപേക്ഷിക്കാൻ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്ത് അവൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ച് എനിക്ക് അതിൻ്റെ റെസിപ്റ്റും എടുത്ത് അയച്ചതായിട്ട്. അടുത്ത് ഹോൾ ടിക്കറ്റ് ഇപ്പം എക്സാം സമയത്ത് വന്നപ്പോഴും അതും എടുത്ത് എനിക്ക് PDF വഴി അയച്ചു തന്നു. അപ്പോഴതുകൊണ്ടാണ് പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്ത് എക്സാമിന് വേണ്ടി ഇവിടുത്തെ സെൻറ്റർ ആയതുകൊണ്ട് പത്തനംതിട്ടയിൽ വന്നത്. ഒറിജിനലാണെന്ന് വിചാരിച്ചു. അത് കണ്ട് പരിചയപ്പെട്ട കൊച്ചാണ്. ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ഡ്യൂട്ടിയിലൊന്ന് വെളിയെ പോകാൻ അപ്പോഴും സമയമില്ലാത്ത 5 മണിക്കൊക്കെ അടയ്ക്കുമല്ലോ അല്ലടോ. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് PDF ആയിട്ട് എടുത്ത് അയച്ചു തന്ന് ഞാൻ പോയി എടുത്തതാണ്. കമ്പ്യൂട്ടർ വാട്സപ്പ് വഴി ഇട്ട് തന്നു PDF ആയിട്ട്. എക്സാമിന് കയറിയതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത്. പോകേണ്ടി വന്നാൽ പോകും. ഇതിപ്പം സെക്കൻഡ് ടൈം എഴുതിയതാണ്. കോച്ചിങ്ങിന് സൈലത്താണ് പഠിച്ചത്. 2.5 അടുപ്പിച്ച്. ഒരുപാട് ആഗ്രഹിച്ച് പരീക്ഷ എഴുതാൻ അപേക്ഷിക്കാൻ പോയതല്ലേ? അതെ. അവന് വെറ്റിനറി. എത്ര മക്കളാ? 2 പേര്. ഇല്ല, ഇത് രണ്ടാമത്തെ ആള് രമണി. വീട് പശുവരയ്ക്ക്. എക്സാം സെൻറ്ററിൽ പോയപ്പോഴാണ് ഇതുപോലെ അവർ ഇത് മാറ്റിയതെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ മാൽ പ്രാക്ടീസ് ചെയ്തെന്ന് അവിടെ വെച്ചാണ് പറഞ്ഞത്. എക്സാം എഴുതാൻ അനുവദിച്ചായിരുന്നു. ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ മാറ്റി തന്നെ അവിടെ നിന്ന്. ഞാൻ മാൽ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോഴെനിക്ക് സംഭവം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫോം അയച്ച സമയത്ത് എന്തോ പറ്റിയ എററെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് നടന്നത്. അപ്പോഴത്തെ ഒരു ഇതുണ്ടായിരുന്നു. സൈലത്ത് വെറ്റിനറി ആവണമെന്നായിരുന്നു. അവർ പറഞ്ഞപ്പോഴേ അറിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നേരെ വായിച്ചായിരുന്നു. ഇപ്രാവശ്യം പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഫോം ടോപ്പിൽ കുറച്ച് മാത്രം വായിച്ചിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് ഫോട്ടോ ഒട്ടിച്ചായിരുന്നു. നേരെ നോക്കിയില്ലായിരുന്നു. ഇല്ല, സംസാരിച്ചില്ല. പരീക്ഷ എഴുതി 1 മണിക്കൂർ കഴിഞ്ഞപ്പം പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും ഇതിൻ്റെ കാര്യമായിരിക്കും എന്നാണ്. അപ്പോഴും പറഞ്ഞില്ലായിരുന്നു. പോയതിനു ശേഷമാണ് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്.